വ്യക്തിപരമായി കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന പിന്തുണയും സുഗതന്റെ വിഷയം കോടതിയിൽ പരിഗണിക്കും. അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. അദ്ദേഹം ഒരു കൗൺസിലറല്ലേ, അദ്ദേഹത്തിന് ലീവ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ആ ലീവിന് ഒരു അവസരം കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതാണ് പിന്തുണയ്ക്കേണ്ടത് കാര്യം. നാടിൻ്റെ വികസനം അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം ഈ കൗൺസിൽ ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് നേരെ കൂടാൻ പറ്റാത്തൊരവസ്ഥയും ഈ സുഗതൻ്റെ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്നും ഇങ്ങനെ ഇതിൻ്റെ ഒരു പേര് പറഞ്ഞ് കൗൺസിലിൻ്റെ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വരാതെ സുഗതൻ എന്നുള്ള ഒരു വ്യക്തിയെ പിന്തുണയ്ക്കും. സുഗതൻ്റെ വിഷയം കോടതിയിൽ പരിഗണിക്കും. അത് ആ നിലപാട് നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല, കോടതി ധിക്കരിക്കാനോ നമുക്ക് പറ്റത്തില്ല. അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. സുഗതൻ്റെ വിഷയമാണല്ലോ ഇന്നിവിടെ ചർച്ച ചെയ്തത്. ഞാൻ ചോദിക്കുന്നത് അതായത് നമുക്ക് നല്ല ചെയ്യുന്നതോടൊപ്പം നിൽക്കണം. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൗൺസിലർ എന്നല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളൊരു റിയാക്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണം. ആ നിലപാട് ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ ആ സമയങ്ങളിലൊക്കെ പ്രതികരിക്കും. അതെ, വ്യക്തിപരമായി കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന പിന്തുണയാണ്. ഞാൻ കൊടുക്കുന്നത് സുഗതനാണ്. ഇതിൻ്റെ ചിലപ്പോൾ ഗുണം വരുന്നത് ആർക്കായിട്ട് BJP. അതങ്ങനെ കൺവേർട്ട് ചെയ്ത് കണ്ടാവും. ആരായിട്ടാണ്? ഇല്ല, സുഗതനായിട്ട് എനിക്ക് കണക്ഷനുണ്ട്. ആ രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രേ ഉള്ളൂ.